ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ അറിഞ്ഞു കാണും SBI PO നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സോ പ്രൊബേഷണറി ഓഫീസ് നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസീസ് 1500 വേക്കൻസീസ് ആണ് നമുക്ക് ഇത്തവണ വന്നിരിക്കുന്നത്. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ആൻഡ് ഇതിനകത്ത് വേക്കൻസി ഓരോ കാറ്റഗറി വൈസ് വേക്കൻസീസ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷനിൽ അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഡേറ്റുകളാണ്. അതായത് ഇപ്പോഴൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺലൈൻ registration including editing modification of application by candidates. ഇവിടെ നോക്കിക്കേ 18/6/2026 ഓൾറെഡി നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അധികം സമയമില്ല. അതായത് 8/7/2026 അടുത്ത മാസം 8-ാം തീയതി വരെയുള്ള. അപ്പം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് പറയുന്ന ആപ്ലിക്കേഷനൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു 2 ദിവസത്തേക്ക് നമ്മൾ നോക്കുകയേ വേണ്ട. എപ്പോഴും സൈറ്റൊക്കെ ബ്ലോക്ക് ആവും അല്ലെങ്കിൽ ജാമാവും നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാം, ഈ ഒരു സമയം കൊണ്ട് ചെയ്യാം. എപ്പോഴും തുടക്കത്തിലും ചെയ്യേണ്ട, ഏറ്റവും എൻഡിലും ചെയ്യേണ്ട. പക്ഷേ ഇപ്പോൾ നമുക്കൊരു സേഫ് ടൈമാണ് ചെയ്യാനായിട്ട്. നമുക്ക് ധൃതിയൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ടൈമാണ്. അപ്പോൾ ഇപ്പം തന്നെ അത് കൊടുക്കുക, അവസാന നിമിഷത്തേക്ക് വെക്കാതെ ഇരിക്കുക. മാക്സിമം അത് തന്നെ നോക്കുക. ദെൻ ആപ്ലിക്കേഷൻ ഫീ അതിൻ്റെ ഡേറ്റും സെയിം തന്നെയാണ്. ആപ്ലിക്കേഷൻ ഇത് കൊടുക്കേണ്ടതൊക്കെ ഡേറ്റ് അതാണ്. പിന്നെ നമുക്ക് വരുന്ന പ്രിലിമിനറി എക്സാം, നമ്മുടെ പ്രിലിംസിൻ്റെ എക്സാം വരുന്നത് നമുക്ക് ഡേറ്റ് വന്നിട്ടില്ല. പക്ഷേ ഓഗസ്റ്റോടു കൂടിയാണ് എക്സാം വരുന്നത്. ഡേറ്റ് നമുക്ക് വരുന്നതേ ഉള്ളൂ. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്ന മെയിൻസ് വരുമ്പോഴത്തേക്കും ഉടനെ തന്നെ ഓഗസ്റ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻസ് അടുത്ത മാസം സെപ്റ്റംബറിൽ തന്നെ ഉണ്ടാകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സൈക്കോമെട്രിക് ടെസ്റ്റ് വരുന്നത് ഒക്ടോബർ നവംബർ, അതായത് ഒക്ടോബർ അവസാനം നവംബർ ആദ്യം ആ രീതിയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്ന ഇന്റർവ്യൂ ഗ്രൂപ്പ് എക്സസൈസ് ഒക്കെയാണ്. അത് നവംബർ ഡിസംബർ, അത് ഓരോരോ മാസങ്ങളായിട്ട് വലിയ ഡിലേ ഒന്നും വരാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതിൽ വരുന്നത് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അത് എപ്പോഴും ഓർക്കുക. ബിറ്റ്വീൻ 21 and 30 years as on 1/4/2026. അതായത് ഈ ഒരു ഡേറ്റിനുള്ളിൽ ഈ പറയുന്ന 30 വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ 21 വയസ്സിന് മുകളിൽ 21 ആയിരിക്കണം. 31 ആവരുത്, 30 തന്നെ നിൽക്കണം. അത് എപ്പോഴും ഓർക്കുക. പലർക്കും ഡൗട്ട് ഉള്ളതാണ്. അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ലേറ്റർ ദാൻ നോട്ട് ഏർലിയർ ദാൻ എന്ന് പറഞ്ഞ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സെപ്ഷൻ എന്തൊക്കെയാണ് പിന്നെ വരുന്നതൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. റിലാക്സേഷൻ വരുന്നത് എന്തൊക്കെയാണ്, റിലാക്സേഷൻ ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത്. ആസ് യൂഷ്വൽ എല്ലാ എക്സാമിനും വരുന്ന പോലെയാണ്. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വരുന്നത്, നമുക്ക് പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് സ്ക്രൈബിൻ്റെ കാര്യമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും വരുന്നതാണ്. നമ്പർ ഓഫ് ചാൻസസും എല്ലാം യൂഷ്വലി വരുന്നതാണ്. ആൻഡ് പിന്നെ വരുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ്. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 750 rupees ആണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫീ ഇതിന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നോക്കാം ക്വസ്റ്റ്യൻസ് വരുന്ന സെലക്ഷൻ പ്രൊസീജിയർ അതിനകത്ത് നമുക്ക് ആദ്യം വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഓൾറെഡി പറയുന്നു. പ്രിലിംസിൽ വരുന്ന നമുക്ക് 3 സബ്ജക്ട്സ് വരുന്നുണ്ട്. ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി. 100 മാർക്സിലാണ് വരുന്നത്. 1 hour ടൈം വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് മെയിൻസിൽ വരുമ്പോഴത്തേക്ക് 4 എണ്ണം വരുന്നുണ്ട്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷനും കൂടെ വരുന്നുണ്ട്. റീസണിങ്, ജനറൽ അവയർനെസ്, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്. യൂഷ്വലി എല്ലാ എക്സാമുകളും വരുന്ന പോലെ തന്നെയാണ് അതിലും നമുക്ക് വരുന്നത്. ആൻഡ് മാക്സിമം മാർക്സ് നമുക്ക് വരുന്നത് 230 മാർക്സ് ആണ്. 170 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് പിന്നെ നമുക്ക് സെലക്ഷൻ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. സെക്ഷണൽ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ അത് നമുക്ക് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ്. സൈക്കോമെട്രിക് ടെസ്റ്റ് നമ്മൾ ഈ മെയിൻസും പ്രിലിംസും എല്ലാം കഴിഞ്ഞിട്ടാണ്. അതിലും വരുന്നത് ഈ പറയുന്ന ഗ്രൂപ്പ് എക്സസൈസും പേഴ്സണൽ ഇന്റർവ്യൂ. നമുക്കറിയാം ഗ്രൂപ്പ് എക്സസൈസിൽ 20 മാർക്സും പേഴ്സണൽ ഇന്റർവ്യൂവിൽ 30 മാർക്സും അങ്ങനെ ഇവിടെയും ഒരു 50 മാർക്സിനാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കിയിട്ട് തന്നെ കൊടുക്കുക. സെൻറ്റേഴ്സ് നോക്കുക ഏതൊക്കെയാണ്, അത് ഉറപ്പായിട്ടും അതിൽ തന്നെ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് അറിയാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലിങ്കിൽ തന്നെ നിങ്ങൾ നോക്കുക. സൈറ്റിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ഡേറ്റ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്. അത് അവസാനത്തേക്ക് ഇത്ര ദിവസം 8-ാം തീയതി വരെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഓൾറെഡി കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങാം. കാരണം എപ്പോഴും തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യണമെന്നില്ല. പക്ഷേ ഇതൊരു ടൈമാണ്. ഈ ഒരു സമയത്ത് തന്നെ ചെയ്യാൻ നോക്കുക. ജൂലൈയിലേക്ക് പോവാതെ ജൂണിൽ തന്നെ ചെയ്ത് തീർക്കാൻ നോക്കുക. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സൂക്ഷിച്ചൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.